സൂപ്പർ ലീഗിന്റെ നടത്തിപ്പിന്റെ കാര്യത്തിലുണ്ടായിരുന്ന അനിശ്ചിതത്വമെല്ലാം ഏറെക്കുറെ ഒഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലീഗ് 2026 ഫെബ്രുവരി 5-ന് തന്നെ ആരംഭിച്ചേക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ മേൽനോട്ടത്തിലായിരിക്കും ലീഗ് നടക്കുക. ഇനി ഔദ്യോഗിക പ്രഖ്യാപനമാണ് വരേണ്ടത്. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ സെൻട്രലൈസ്ഡ് വേദികളിൽ മത്സരം നടത്തുന്ന കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും ധാരണയിലെത്തി. ജംഷഡ്പൂർ FC പുതിയ സീസണിൽ തങ്ങളുടെ പങ്കാളിത്തം ഇതിനോടകം തന്നെ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സൂചനകൾ പ്രകാരം മലയാളികളുടെ പ്രിയ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ക്ലബ്ബുകൾ 2026 ജനുവരി ആദ്യ വാരം പരിശീലന ക്യാമ്പ് ആരംഭിച്ചേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടൂർണമെന്റ് ഫെബ്രുവരി 5-ന് ആരംഭിച്ചാൽ ഒരു മാസമെങ്കിലും ക്ലബ്ബുകൾക്ക് തയ്യാറെടുപ്പിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ ക്ലബ്ബുകൾ പ്രതിസന്ധികൾ മൂലം ഒന്നാം നിര ടീമിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്ന സാഹചര്യത്തിൽ നിലവിൽ വിദേശത്തുള്ള താരങ്ങളെ അടക്കം ടീമിൽ തിരികെ എത്തിച്ച് ഒരു ടീമെന്ന നിലയിൽ ഒത്തിണക്കത്തോടെ പന്ത് തട്ടാൻ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ISLന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് തന്നെ ടീം ക്യാമ്പ് തയ്യാറാക്കാനാണ് ക്ലബ്ബുകളുടെ ശ്രമം. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്കൊപ്പം നോവ സദോയ്, കോൽദോ ഒബിയേറ്റ, തിയാഗോ ആൽവസ്, യുവാൻ റോഡ്രിഗസ്, ദുസാൻ ലാഗോട്ടോർ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ കരുത്ത്. അനുഭവ സമ്പത്തും യുവത്വവും സമന്വയിപ്പിക്കുന്ന ടീമിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ അണിനിരത്തിയിട്ടുള്ളത്. ISLലെ കന്നി കിരീടം ലക്ഷ്യം വെച്ച് ബ്ലാസ്റ്റേഴ്സ് വരുമ്പോൾ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ്.